ഹായ്, നമ്മളെ നമ്മളെ 1 വീക്ക് സമ്മർ ഹൗസ് ട്രിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാനും അകുലും കൂടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്ന് ഇങ്ങനെ വേറൊരു വഴിക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ വന്ന് പെട്ടത് ഇവിടെ ഒരു കാസിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു. ഇപ്പം ജസ്റ്റ് ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ആൻഡ് നമുക്ക് അങ്ങോട്ട് നടന്ന് പോകണം. അതായത് വലിയ കാസിലൊന്നല്ല തോന്നുന്നു, ഇവിടുന്ന് കണ്ടിട്ട് ചെറിയൊരു കാസിലാണ്. പിന്നെ ഡെൻമാർക്കിൻ്റെ വടക്ക് ഭാഗത്താണ് ഇതുള്ളത്. അതായത് സ്കേഗൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്കേഗനിലെ ബീച്ചിലൊക്കെ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവർ അത് കാണുക. ആൻഡ് നമ്മൾ സമ്മർ ഹൗസിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്താണ് ഇത്. നല്ല വെയിലുണ്ടെന്ന്. പിന്നെ അപ്പം നമുക്ക് കാസിലിൻ്റെ അവിടേക്ക് പോകാം. കൂടുതൽ ഡീറ്റെയിൽസ് വഴിയെ പറയാം. ഓക്കെ, ഇവിടെ ഒരാൾ ഭക്ഷണം കഴിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. കമോൺ, ഇറങ്ങൂ. ബാക്കിലൊക്കെ കാടാണ്, വലിയ കാട്, നല്ല കാറ്റ്, നല്ല സുഖം. ബാക്കിലെ പച്ചപ്പ് കണ്ടില്ലേ? ഹായ്, അടിപൊളി. പോവാ? വേണ്ട, എൻ്റെ അടുത്തുണ്ട്. പോവാ ഗൈസ്. നമ്മളിപ്പോൾ ഇതാ ഹൊയറിസ് കാസലിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇത് വളരെ വലിയ കാസലൊന്നും അല്ല, സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു പ്രഭു താമസിച്ചിരുന്ന ഒരു ചെറിയൊരു കാസലാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. കാസിൽ കാണുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല ഇത്. ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരു കഥ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1920s നടക്കുന്ന. അപ്പോൾ ഒരു മർഡർ മിസ്റ്ററിയാണ്. അപ്പോൾ ആ മിസ്റ്ററി നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരുപാട് ക്ലൂസ് പല സൈഡിലായിട്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലൂസ് എല്ലാം നമ്മൾ തേടി പിടിച്ചിട്ട് ആരാണ് ഒരു മർഡർ ഉണ്ടായിട്ടുണ്ട്, ആരാണ് ആ മർഡർ കമ്മിറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ കഥ സോൾവ് ചെയ്യാനൊന്നുമല്ല. നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണുക എന്നാണ്. കാരണം നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പം ഈ മിസ്റ്ററിയൊക്കെ കണ്ടുപിടിച്ച് ക്ലൂസൊക്കെ നോക്കി അത് തെളിയിക്കാൻ നടക്കുമ്പോഴൊക്കെ വൈകുന്നേരമാകും. അപ്പം നമുക്ക് നമ്മളെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റില്ല. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഇവിടെ താമസിച്ചിരുന്നത് സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ഡ്യൂക്ക് കോൺറാഡും അദ്ദേഹത്തിൻ്റെ മകൾ മിസ് റോസുമായിരുന്നു. ഡ്യൂക്ക് ആ സമയത്ത് വിഷങ്ങളെപ്പറ്റിയുള്ള ഗവേഷണത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടെത്തലായിരുന്നു ട്രൂത്ത് സിറം. എന്ന് വെച്ചാൽ ആരെയും സത്യം പറയിക്കുന്ന ഒരു പ്രത്യേക തരം സിറം. അദ്ദേഹം അതിനെക്കുറിച്ച് പല ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് പലയിടത്തും പല ആളുകൾക്കും ഈ സിറത്തിൽ പ്രത്യേകം താല്പര്യവും ഉണ്ടായിരുന്നു. ഈ തിരക്കിൽ നിന്ന് തൻ്റെ അച്ഛൻ ഒരു ബ്രേക്ക് വേണമെന്ന് മകളായ റോസ് നിർബന്ധം പിടിച്ചു. അങ്ങനെ അവർ ആ സമ്മറിൽ ഒരു യാത്ര പോകുന്നതോടുകൂടിയാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവർ പോകുന്ന സമയത്ത് ഈ കാസിൽ നോക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഈ അവസരം നോക്കി സിറം കൈക്കലാക്കാൻ കാത്തിരുന്ന പലരും പല കാരണങ്ങൾ പറഞ്ഞ് ഈ കാസിലിനകത്തേക്ക് വന്നുകൂടി. അവർ സൈക്കിൾ യാത്രക്കാരൻ, ഷെഫ്, ചിത്രകാരൻ, ടൈലർ, അങ്ങനെ പല വേഷത്തിലാണ് വന്നത്. അങ്ങനെ അവർ ഈ സിറം കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഒരു ദിവസം അവിടുത്തെ ബേസ്മെൻറ്റിൽ ഒരു ബോഡി കിടക്കുന്നത് കണ്ടു. അത് ഈ വന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടൈലറുടേതായിരുന്നു. അപ്പോൾ ആ കൊലപാതകം ആരാണ് നടത്തിയതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇവിടുത്തെ ടാസ്ക്. അതിനുവേണ്ടി നമുക്ക് ഈ കാസിലെ പല റൂമുകളിൽ പല ക്ലൂസ് കിട്ടും. അപ്പോൾ ഈ കാസിലിനകത്ത് ഇവരോരോരുത്തരും താമസിച്ചതും അവരുടേതായിട്ടുള്ള റൂമുകളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഈ കഥയിലെ ചില സന്ദർഭങ്ങൾ സന്ദർശകർക്കായി അവരിവിടെ പുനരാവിഷ്കരിക്കുന്നുണ്ട്. അത് വളരെ രസകരമായിരുന്നു. Det kommer i lille, du vet, ja, du vet hvad jeg mener. ഇത് നമ്മളെ ഗവേഷകൻ്റെ മകളുടെ റൂമാണേ. നമ്മളിപ്പോൾ ഉള്ളത് ആ കാസലിൻ്റെ ബാൽക്കണീൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നേരത്തെ നമ്മൾ വന്ന വഴി താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റിനും ഒരു ഗാർഡനും ഒരു ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നീ പുറത്ത് പോകുമ്പോൾ അതൊക്കെ കാണാം. നല്ല രസമുള്ള ആർട്ട് വർക്കാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു കളേഴ്സും പഴയ ഒരു കാലത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറേ ഫേർണിച്ചേഴ്സ് സാധനങ്ങളൊക്കെ. ഇപ്പം നമ്മൾ മുകളിലൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ നിലയിലേക്കാണ് പോകാനുള്ളത്. അവിടെ പോയിട്ട് ബാക്കി ആൾക്കാരുടെ റൂമൊക്കെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇതും ആ കഥയിലെ ഒരു ക്യാരക്ടറാണ്. അവർ അഭിനയിക്കുകയാണ്.
നമ്മൾ പറഞ്ഞ കഥയിലെ ആ മർഡറില്ലേ, അപ്പോൾ ആ ബോഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാസിലിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു വലിയ ലേക്ക് ഉണ്ട്. അതിന് വരുന്ന വെള്ളമാണ് ഇതിലെങ്ങനെ പോകുന്നത്. നമ്മൾക്കിനി ഇവിടുന്ന് പുറത്ത് കിടന്നിട്ട് ഗാർഡനും അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ക്യാരക്ടേഴ്സിനെ പലയിടത്തായി നമുക്ക് ഇതിൽ നടക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ അതിലെ ക്യാരക്ടേഴ്സാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ കാസിലിൻ്റെ തൊട്ടടുത്തുള്ള വലിയൊരു മരത്തിൻ്റെ താഴേക്കാണ്. നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്തെത്തി. നോക്ക്, ഇതൊരു മരമാണ്, ഒറ്റ മരം. നല്ല കാഴ്ച. ഇത് സുഖാ ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ. അടിപൊളി മരമാണ്. എന്തൊരു തണുപ്പാ അതിൻ്റെ അടിയിൽ. ഒരൊറ്റ മരമായത്. എന്നിട്ട് ഇതിൻ്റെ ഒരു കൊമ്പല്ല 4 ഭാഗത്തേക്ക് കൊമ്പ് വന്ന് താഴേക്ക് വളഞ്ഞ് വന്ന് അവിടെ വേരുറച്ച് പിന്നെ മുകളിലേക്ക് പോവാണ്. കണ്ടോ എന്താ രസം. ഈ മരമാണ് നമ്മൾ പുറത്തുനിന്ന് കാണിച്ചത്. ഒരു കാട് പോലെ അല്ലേ. വാ, അപ്പോൾ ഇതാണ് മരത്തിൻ്റെ പുറത്തു നിന്നുള്ള ആ ഒരു ഫുൾ വ്യൂ. അങ്ങനെ ഈ വലിയൊരു പാർക്കാണ് ഇതിന് ചുറ്റും. അപ്പോൾ നമ്മൾ അതിലൂടെ വന്ന് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് പുറത്തു നിന്ന് ആ ഒരു കാസിലിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ പിടിക്കുകയാണ്. സോ നമുക്ക് ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. Till then, take care. Bye bye.